بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون كذلك حقت كلمة ربك على الذين فسقوا أنهم لا يؤمنون قل هل من شركائكم من يبدأ الخلق ثم يعيده قل الله يبدأ الخلق ثم يعيده فأنى تؤفكون قل هل من شركائكم من يهدي إلى الحق قل الله يهدي للحق أفمن يهدي إلى الحق أحق أن يتبع من لا يهدي إلا أن يهدى فما لكم كيف تحكمون وما يتبع أكثرهم إلا ظنا إن الظن لا يغني من الحق شيئا إن الله عليم بما يفعلون. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓതിയ വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 31 മുതൽ 36 വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് തൗഹീദിനെ സ്ഥിരപ്പെടുത്തുന്ന ഒരുപാട് തെളിവുകളാണ്. അന്നത്തെ മക്കയിലെ മുശ്രിക്കീങ്ങളും പിന്നീട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ മുശ്രിക്കീങ്ങളും ചിന്തിക്കാനും ഗുണപാഠം സിദ്ധിക്കാനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം കാര്യങ്ങൾ ഇവിടെ ചോദ്യത്തിൻ്റെ രൂപത്തിലാണ് അവരോട് സംസാരിക്കുന്നത്. ഖുൽ നബി അവരോട് ചോദിക്കുക, മൻ യർസുഖുക്കും മിനസ്സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ്? അപ്പം ആകാശത്തിൽ നിന്ന് ഉപജീവനം നൽകുക എന്ന് പറഞ്ഞാൽ മഴയിലൂടെ ഭൂമിയിൽ നിന്ന് അള്ളാഹു വിളവുകളെ പുറപ്പെടുവിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ മനുഷ്യന് ധാന്യവും മറ്റിതര പഴവർഗ്ഗങ്ങളൊക്കെ നൽകുകയാണ്. അപ്പോൾ ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഭൂമിയിൽ നിന്ന് ഇവകളെ മുളപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്ക് സാധിക്കുമോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുന്നത്. ഈ ചോദ്യം അള്ളാഹു ഖുർആനിൽ പല സ്ഥലത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സൂറത്തുൽ വാഖിയയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ചെയ്യുന്ന കൃഷികളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങളാണോ അതിനെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല നാമാണോ ഉൽപ്പാദിപ്പിക്കുന്നത്? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. അതുപോലെ തന്നെ അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് മേഘത്തിൽ നിന്നും ഇറക്കുന്നത് അതല്ല നാമാണോ ഇറക്കുന്നത്? അപ്പം മനുഷ്യൻ്റെ ഉപജീവനത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഒന്ന് മഴയാണ്, മറ്റൊന്ന് ആ മഴ മുഖേന സസ്യങ്ങൾ മുളക്കുകയും അതിലൂടെ കായ്ക്കനികൾ ഉണ്ടാവുകയും അങ്ങനെ മനുഷ്യൻ്റെ ഉപജീവനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു ചോദിക്കുന്നത്. ആരാ ചെയ്യുന്നത്? ഏതെങ്കിലും സൃഷ്ടികൾ അതിൽ പങ്കുണ്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ അതിലൊന്നും അള്ളാഹുവിനെ പങ്കു ചേർക്കാൻ ആരും തയ്യാറാവില്ല. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലേ, ഫസയഖൂലൂന അല്ലാഹ്, അപ്പോൾ അവർ പറയും അതൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്നത്. അതിലൊന്നും ഒരു ശിർക്കും ആർക്കും പറയാൻ സാധ്യമല്ല. അതൊന്നും അള്ളാഹു അല്ലാത്ത ആരെക്കുറിച്ചും അംഗീകരിക്കാൻ അവർക്ക് സാധ്യമല്ല. കാരണം അതൊന്നും ആർക്കും സാധ്യമല്ലാത്ത കാര്യമാണ്. മഴ പെയ്യിപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും സാധിക്കുമോ? എത്ര വലിയ ശക്തികളാണെങ്കിലും എത്ര വലിയ അധികാരികളാണെങ്കിലും മഴ പെയ്യിപ്പിക്കാൻ അവർക്ക് സാധ്യമല്ല. കൃത്രിമ മഴ പെയ്യിപ്പിക്കുന്ന രാജ്യങ്ങളുണ്ട്, പക്ഷെ അതൊക്കെ ഭയങ്കര ചിലവുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറഞ്ഞ സ്ഥലത്ത് വളരെ ചുരുങ്ങിയ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്നും സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ പല സ്ഥലത്തും അങ്ങനെ കൃത്രിമമായി പെയ്യിപ്പിക്കാറുണ്ട്, പക്ഷേ അതൊക്കെ വളരെ ചുരുങ്ങിയ സമയത്ത് വളരെ വലിയ വില കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുക. അത് സ്ഥിരമായി കൊണ്ടു നടക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ സുലഭമായിട്ട് ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹുവിനല്ലാതെ ലോകത്തുള്ള ഒരു ഭരണാധികാരിക്കും സാധ്യമല്ല, ഒരു അധികാരിക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. അതുപോലെ തന്നെ സസ്യങ്ങളെ മുളപ്പിക്കണമെങ്കിൽ അള്ളാഹു തന്നെ വിചാരിക്കണം. ലോകത്തെന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായാലും ലോകത്തെന്തെല്ലാം കഴിവുകളുണ്ടായാലും ഒരു ധാന്യത്തെ മുളപ്പിക്കാൻ മനുഷ്യന് സാധ്യമല്ല. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, ഈത്തപ്പഴക്കുരുവിനെയും ധാന്യങ്ങളെയും പിളർക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഈത്തപ്പഴക്കുരു എന്ന് പറഞ്ഞാൽ എത്ര ഉറപ്പുള്ള സാധനമാണ്, പക്ഷേ അതിൽ നിന്നാണ് ഒരു ഈത്തപ്പഴം മരം പുറത്തേക്ക് വരുന്നത്. അപ്പം തേങ്ങ എത്ര വലിയ ഉറപ്പുള്ള സാധനമാണ്, അതിൽ നിന്നാണ് അള്ളാഹു ഒരു തെങ്ങിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്.
ഇങ്ങനെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഖുദ്റത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലും ആകാശത്തു നിന്നൊക്കെ നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ വേണ്ടി അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. മനുഷ്യൻ്റെ ഉപജീവനങ്ങൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്ന് വരുന്ന ഓരോ കാര്യങ്ങൾ ചിന്തിച്ചാൽ തന്നെ അതിലൊക്കെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോൾ പാലിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞപ്പം ഖുർആനിൽ പറയുന്നില്ല, നിങ്ങൾക്ക് കന്നുകാലികളിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. വൈനലക്കും ഫിൽ അനാമിൽ ഐബറ നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹ, അതിൻ്റെ വയറ്റിൽ നിന്നാണ് നിങ്ങൾക്ക് അള്ളാഹു പാല് തരുന്നത്. മിംബൈനി ഫറസിൻ വദമിൻ, ഒരു ഭാഗത്ത് കാഷ്ടമാണ്, മറ്റൊരു ഭാഗത്ത് രക്തമാണ്. അപ്പോൾ രക്തത്തിൻ്റെയും കാഷ്ടത്തിൻ്റെയും ഇടയിലൂടെയാണ് ഈ ശുദ്ധമായ പാല് നിങ്ങൾ അള്ളാഹു കുടിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു രുചി വ്യത്യാസമോ അല്ലെങ്കിൽ ദുർഗന്ധമോ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിറം വ്യത്യാസമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഖുദ്റത്താണ്. മനുഷ്യനെ അള്ളാഹ് കുടിപ്പിക്കുകയാണ്, മനുഷ്യനെ അള്ളാഹ് ഭക്ഷിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഖുദ്റത്തുമുണ്ട്. അതാണ് അള്ളാഹു പറയുന്നത്. ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാനാണ് പറയുന്നത്. ഇത് എനിക്ക് തരാൻ വേണ്ടി പറ്റിയ ആരെങ്കിലും ഭൂമിയിലുണ്ടോ? നിങ്ങൾ പറയുന്ന ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ പറയുന്ന ഈ ആളുകൾക്ക് സാധിക്കുമോ? ആർക്കും സാധ്യമല്ല. മൻ യർസുഖുക്കും, നിങ്ങൾക്ക് ഉപജീവനം നൽകാൻ ആർക്ക് സാധിക്കും? ഇപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം മാത്രമല്ല, മനുഷ്യൻ, വായു, അതുപോലെ തന്നെ വെള്ളം, അതുപോലെ തന്നെ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, കുടുംബം, ഇതൊക്കെ റിസ്ക്കിൽപ്പെട്ടതാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയാണ് മനുഷ്യന് തർത്തീബാക്കി കൊടുക്കുന്നത്. അള്ളാഹുവാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അമ്മ യംലിക്കു സമഅ, കേൾവിയെ ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? വൽ അബ്സാറ, കാഴ്ചയെ ഉടമപ്പെടുത്തുന്നവൻ ആരാണ്? അപ്പോൾ കേൾവിയും കാഴ്ചയും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു സൃഷ്ടിപ്പാണ്. മനുഷ്യനിപ്പോൾ കേൾക്കുന്നതുകൊണ്ടാണ്, കാണുന്നതുകൊണ്ടാണ് മനുഷ്യനെല്ലാം പ്രവർത്തിക്കാൻ പറ്റുന്നത്. കാഴ്ചയില്ലെങ്കിൽ മനുഷ്യന് വലിയ പോരായ്മയാണത്. സ്വന്തം ഭാര്യനെ കാണാൻ കഴിയില്ല, മാതാപിതാക്കളെ കാണാൻ കഴിയില്ല, മക്കളെ കാണാൻ കഴിയില്ല. രാവും പകലും തുല്യമായിരിക്കും കാഴ്ചയില്ലെങ്കിലും. കേൾവി അതേപോലെ തന്നെ വലിയൊരു നിഅമത്താണ് അള്ളാഹുവിൻ്റെ. എത്രയോ ആളുകൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കാഴ്ചയില്ല. എത്രയോ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകൾക്ക് ജന്മനാ കാഴ്ചയില്ല. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ആരുടെ നിയന്ത്രണത്തിലാണ്? കേൾവി ആരുടെ നിയന്ത്രണത്തിലാണ്? കേൾവി അടിച്ചു പോകാനും കാഴ്ച അടിച്ചു പോകാനൊക്കെ ഒരു നിമിഷം മതി. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു, വലിയ സമ്പത്തും സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. വിദേശ രാജ്യത്ത് കുവൈത്തിൽ ഒരുപാട് സൗകര്യമുണ്ടായി. പെട്ടെന്നൊരു രാവിലെ എണീച്ചപ്പോൾ കണ്ണിൻ്റെ കാഴ്ച ഫുള്ളായിട്ട് പോയി. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ച ഫുള്ളായിട്ട് നഷ്ടപ്പെട്ട് പിന്നെ ചികിത്സിച്ചിട്ടൊന്നും അത് സുഖപ്പെടുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാകുകയാണ്. അദ്ദേഹം ജീവിതം മാറി. അദ്ദേഹത്തിൻ്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ തയ്യാറായി, ആലിമാക്കി. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് ആഖിറത നന്നാക്കി കൊടുക്കട്ടെ. അപ്പം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല എത്രയോ ആളുകളിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോവാണ്. മനുഷ്യൻ്റെ കേൾവി ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോവുകയാണ്. പ്രായാധിക്യം കൊണ്ട് നഷ്ടപ്പെട്ടു പോവും. അതുകൂടാതെ തന്നെ നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഇത് ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പിൻവലിച്ചാലും മതി. ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഖദല്ലാഹു സമഅക്കും വഅബ്സാറക്കും വഖതമ അലാ ഖുലൂബിക്കും മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബി. അല്ലാഹ് നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കൊണ്ടുവരാൻ വേറെ ഏത് ഇലാഹാണുള്ളത്? ആർക്കും സാധ്യമല്ല. ഇപ്പോൾ കണ്ണില്ലാത്ത നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. മൂപ്പര് ഭാര്യയ്ക്ക് 2 കണ്ണുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഒരു കണ്ണ് ഞാൻ തരാം. അപ്പോൾ അവരെല്ലാ ഹോസ്പിറ്റലിലും കയറി ഇറങ്ങി, കേരളത്തിലും പുറത്തും ഒക്കെ. പക്ഷെ ഒരു ഡോക്ടറും സമ്മതിക്കുന്നില്ല. ഡോക്ടർമാർ പറയുന്നത് ജന്മന ഒരാൾ കണ്ണിൻ്റെ ആടെ വന്നാൽ പിന്നെ അയാൾക്ക് കണ്ണുകൊടുക്കാൻ കഴിയൂല. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക്, എത്ര നിസ്സഹായമായ അവസ്ഥയാണ്. സ്വന്തം ഭാര്യ തയ്യാറായി ഒരു കണ്ണ് കൊടുക്കാൻ. പക്ഷേ ഡോക്ടർമാർക്കോ ഇന്നത്തെ വൈദ്യശാസ്ത്രത്തിനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉടമ ആരാണ്? സത്യത്തിൽ അള്ളാഹുവാണ്. ഒമൻ യുഖ്റിജുൽ ഹയ്യ മിനൽ മയ്യിത്തി. അപ്പം മനുഷ്യനെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും മനുഷ്യനൊന്നുമില്ല. മനുഷ്യൻ്റെ കയ്യിലാണ് എല്ലാം നിയന്ത്രണം എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മനുഷ്യൻ ഈ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അതിനെ പുകഴ്ത്തി പറയുകയാണ്. പക്ഷേ ഒരു ഫ്ലൈറ്റ് തകർന്നപ്പോൾ ടക്കികളൊക്കെ തകർന്നു. അപ്പോൾ വലിയൊരു ടക്കി എയർപോർട്ടിൽ ഇരുന്നിട്ട് വേറൊരാളോട് പറയുകയാണ്, ഇങ്ങനെയാണ് ഫ്ലൈറ്റ്, അങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ്. ഇപ്പോൾ ടെക്നോളജി ഭയങ്കര വികസിച്ചു പോയി, ഇപ്പം ഭയങ്കര ശാസ്ത്രം പുരോഗമിച്ചു പോയി. പെട്ടെന്നാണ് ന്യൂസ് വരുന്നത്, ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പിന്നെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്, എയർ ഇന്ത്യൻ്റെ ഫ്ലൈറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ കാണുന്നില്ല, ഈ ടെക്കിനെ കാണുന്നില്ല. അപ്പം നോക്കുമ്പോൾ എന്താ വെച്ചാൽ അയാളെ അന്വേഷിച്ച് നോക്കി, ഫ്ലൈറ്റിൽ നിന്ന് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യും, ഇതേടെ പോയി കാണുന്നില്ല. അവസാനം ഫ്ലൈറ്റിലുള്ള ആളോട് അന്വേഷിച്ചപ്പോൾ മൂപ്പര് ഈ ഫ്ലൈറ്റ് അപകടം ഉണ്ടായപ്പോൾ ക്യാൻസലാക്കി പോയിക്കൊള്ളും. അപ്പോൾ ഏതാളാണ് മൂപ്പര് അതുവരെ ഫ്ലൈറ്റിൻ്റെ മഹത്വവും പിന്നെ ടെക്നോളജീൻ്റെ മഹത്വമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. ഒരു ഫ്ലൈറ്റ് അപകടത്തിൻ്റെ ന്യൂസ് കിട്ടിയപ്പോൾ ഉടനെ തന്നെ അയാൾ സ്ഥലം വിട്ടു. ഇത്രയും ദുർബലാണ് ദുനിയാവിലെ
എല്ലാ സംവിധാനങ്ങളും. അള്ളാഹുവിൻ്റെ നിയന്ത്രണമാണ് ഏറ്റവും വലുത്. മനുഷ്യൻ അഹങ്കരിക്കുകയാണ്, എൻ്റേത്, എനിക്ക് കണ്ണുണ്ട്, എനിക്ക് കാതുണ്ട്, എനിക്ക് അവയവങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ ഏത് സമയത്തും അള്ളാഹ് പിൻവലിക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. അല്ല, ഇന്നലെ ആരോഗ്യത്തോടെ നടന്ന ആൾക്കാർ ഇന്ന് കിടക്കുക. നല്ല ആരോഗ്യത്തോടെ കണ്ട ഒരാളെക്കുറിച്ച് പറഞ്ഞ് ഇന്നലെ അദ്ദേഹം പെട്ടെന്ന് രാത്രി സ്ട്രോക്ക് വന്നു, അദ്ദേഹം ഒരു ഭാഗം തളർന്നു പോയി. നഊദുബില്ല, അള്ളാഹ് എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ബലഹീനതയാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ഇതൊന്നും നിയന്ത്രിക്കാൻ ഈ ലോകത്തുള്ള ഒരു വൈദ്യശാസ്ത്രത്തിനോ അല്ലെങ്കിൽ ഒരു സാങ്കേതിക വിദ്യക്കോ ഒന്നും സാധ്യമല്ല. വമൻ യുഖ്രിജുൽ ഹയ്യ, ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നത് ആരാണ്? മിനൽ മയ്യിത്തി, നിർജീവമായതിൽ നിന്നും. അപ്പം നിർജീവമായ വസ്തുക്കളിൽ നിന്നും അള്ളാഹു ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുകയാണ്. വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, നിർജീവമായതിൽ നിന്നും മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിന് അള്ളാഹ് പുറപ്പെടുവിക്കുകയാണ്. അപ്പം ഇത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. ഇപ്പം ഈത്തപ്പഴക്കുരു ഒരു ജീവനില്ലാത്ത സാധനമാണ്, അതിൽ നിന്നൊരു സസ്യം മുളച്ചു വരില്ലേ, സസ്യന് ജീവനുണ്ട്. ഇതേപോലെ തന്നെ ഓരോ സംഗതികൾ നോക്കിക്കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ കുതിരത്താണ്. ഇപ്പം മുട്ട, അപ്പം ആ മുട്ട അതിൻ്റെ ഉള്ളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കോഴിനെ വളർത്തുകയാണ്. അപ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ആ കോഴി പതുക്കെ ആ മുട്ടത്തോട് പൊട്ടിച്ചിട്ട് പുറത്തേക്ക് ചാടുക. അപ്പോൾ അള്ളാഹുവിൻ്റെ എത്ര വലിയ അത്ഭുതകരമായ കുതിരത്താണ്. അപ്പം ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ ഇത് ചോദിക്കുന്നത് ആർക്കെങ്കിലും സാധിക്കുമെന്ന് ചോദിക്കുന്നത്. വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്. അപ്പം മനുഷ്യന് പിന്നെ പല രീതിയിലൂടെയും സൃഷ്ടിപ്പ് നടത്താൻ പറ്റും എന്ന് പറയുന്നത് അതൊന്നും നിലനിൽക്കുന്നില്ലല്ലോ. പണ്ട് ഇതേപോലെ ഒരു ആടിനുണ്ടാക്കിയില്ലേ, എന്താ അതിൻ്റെ പേര്, ക്ലോണിങ്ങാണ്. അപ്പം അതിലൂടെയൊക്കെ ഉണ്ടാക്കിയെന്ന് പിന്നെ കാണുന്നില്ല. എന്നാൽ പിന്നെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണ്ടേ, അത് നടത്താം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ഡെയിലി 3.5 ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ ഭൂമിയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ 2 കണ്ണുകളുണ്ട്. ഡെയിലി നടക്കുന്ന പ്രോസസ്സായത്, അത് കൂടുതലാതെ കുറയുന്നില്ല. ഇതൊരു ആടിനുണ്ടാക്കിയെന്ന് പണ്ട് പറഞ്ഞേനെ, പിന്നെ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ മനുഷ്യൻ്റെ ബലഹീനതയാണ് ഇതെല്ലാം. അള്ളാഹു സുബ്ഹാനഹു വതആല നിർജീവമായതിൽ നിന്നും ജീവനുള്ളവയെ, ജീവനുള്ളിൽ നിന്ന് നിർജീവമായതിനൊക്കെ പുറപ്പെടുവിക്കുകയാണ്. ഒമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് അവരോട് ചോദിക്കാനാണ് പറയുന്നത്. ഇത് ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലുന അല്ലാഹ്, എല്ലാം അള്ളാഹു ആണെന്ന് അവർ പറയും. ഇതൊക്കെ അവർ സമ്മതിക്കും, ഇതൊക്കെ അള്ളാഹു ചെയ്യാണ്. അപ്പം മക്കയിൽ അന്നത്തെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് ഇവിടെ പറയുന്നത്. അപ്പം അന്നത്തെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം ഇതായിരുന്നു, ഇതൊക്കെ അള്ളാഹുവാണ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അവർ ഈ വിഗ്രഹങ്ങൾ ആരാധിക്കും. അപ്പോൾ ഈ വിഗ്രഹങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? ഇത് മരിച്ചുപോയ മഹാന്മാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആരാധിക്കുമ്പം ആ മഹാന്മാർ നമ്മളെ സംതൃപ്തരായി അവർ അള്ളാഹുവിനോട് നമ്മളെക്കുറിച്ച് പറയും, അപ്പോൾ നമ്മൾ രക്ഷപ്പെടും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതല്ലാതെ അള്ളാഹുവിൽ അവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാ പ്രവാചകന്മാരും നിയോഗിക്കപ്പെട്ടത് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആളുകളിലേക്കാണ്. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾക്കിടയിലും നമ്മൾ ദാവത്ത് ചെയ്യണമെന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ് ഈ ശിർക്കുകൾ അത്തിരും ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിമീങ്ങൾ തന്നെ വഴികെട്ടു പോവാണ്. കാരണം അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസത്തിൽ നിന്നും തെറ്റി വ്യക്തികളിലേക്ക്, കഴിവുകളിലേക്ക്, ആളുകളിലേക്കൊക്കെ മനുഷ്യൻ തിരിഞ്ഞു പോവാൻ. അടിസ്ഥാനപരമായിട്ട് വേണ്ടത് മനുഷ്യൻ്റെ ഈമാൻ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആരാ ചെയ്യുന്നത്? അതല്ലാഹ് തന്നെ. പിന്നെ ആവശ്യം വരും ഇവന് വിളിക്കുന്നത് ആരെ? മൊയ്തീൻ ശേഖിനെയും മെമ്പറന്തങ്ങളി. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ പറയും അള്ളാഹുവാണ്. പക്ഷെ പ്രശ്നം വന്നാൽ വിളിക്കുന്നത് ആരെ? സൃഷ്ടികളെ വിളിക്കുന്നത്. അതാണ് ഇവിടെ അള്ളാഹ് പറയുന്നത്. ഫഖുൽ, അപ്പോൾ നബി അവരോട് പറയുക, അഫലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വ ചെയ്യുന്നില്ലേ? അങ്ങനെയുള്ള അള്ളാഹുവിനല്ലേ നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, അവനല്ലേ നിങ്ങൾ വിളിക്കേണ്ടത്. ഫദാലിക്കുമുല്ലാഹു, അങ്ങനെയുള്ള അള്ളാഹുവാണ് റബ്ബുക്കും, നിങ്ങളുടെ പരിപാലകൻ, അൽ ഹഖ്, യഥാർത്ഥ പരിപാലകൻ. അങ്ങനെയുള്ള അള്ളാഹു, നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ്, അവൻ തന്നെയാണ് നിങ്ങളെയും റബ്ബ്. അപ്പോൾ റബ്ബ് അള്ളാഹു ആണെന്നുള്ള വിഷയത്തിലായിരുന്നു എല്ലാവർക്കും സംശയം വരിക. അതോ നമുക്ക് ഭക്ഷണം തരുന്നത് ആരാണ്, നമുക്ക് വെള്ളം തരുന്നത് ആരാണ്, നമ്മുടെ രോഗം മാറ്റുന്നത് ആരാണ്, നമുക്ക് കുടുംബം തരുന്നത് ആരാണ്? അതിന് മറുപടിയാണ് അള്ളാഹ് പറയുന്നത്. ഇതൊക്കെ ആകാശങ്ങളെയും ഭൂമിനെയും സർവ്വചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന അള്ളാഹ്ക്ക് നിങ്ങളെ പരിപാലിക്കാൻ പ്രയാസമുണ്ടോ? നിങ്ങളുടെയും റബ്ബ്, യഥാർത്ഥ റബ്ബ് അള്ളാഹു തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തന്നെ പറഞ്ഞാൽ മതി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ ആകാശത്തെ നിയന്ത്രിക്കുന്നു, ഭൂമിയെ നിയന്ത്രിക്കുന്നു, നിങ്ങളുടെ കേൾവിയെയും കാതിനെയും നിയന്ത്രിക്കുന്നു, നിങ്ങൾക്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്ന് ഉപജീവനം നൽകുന്നു, മരിച്ചവരിൽ നിന്ന് നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ പുറപ്പെടുവിക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെ പുറപ്പെടുവിക്കുന്നു, സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നു. ഇതൊക്കെ അള്ളാഹു ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ സ്വന്തം ആവശ്യം വരുമ്പോൾ നിങ്ങൾ വേറെ ആൾക്കോട് പറയുക ഫദാലിക്കുമുള്ള, അങ്ങനെയുള്ള അള്ളാഹുവാണ് റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുന്നവൻ അവനാണ്. അൽ ഹഖ്, യഥാർത്ഥ റബ്ബ് അവനാണ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ല ളലാൽ, സത്യത്തിന് ശേഷം പിന്നെ എന്താണുള്ളത്? ഇല്ല ളലാൽ, വഴികേടല്ലാതെ.
അപ്പോൾ ഒന്നുകിൽ സത്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്, അല്ലെങ്കിൽ ലലാൽ വഴികേടാണ്. അപ്പോൾ ഈ റൂട്ടിൽ സഞ്ചരിച്ചില്ലെങ്കിൽ അവൻ വഴികെട്ടു പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഒരിക്കലും സത്യത്തോട് അസത്യം യോജിക്കൂല. സത്യം അതിൻ്റെ നേരായ വഴിയിലൂടെ സിറാത്തുൽ മുസ്തഖീം ചൊവ്വായ പാതയിലൂടെ അത് സഞ്ചരിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ്. വഴികേട് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് മാർഗങ്ങളുണ്ട്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, വഅന്ന ഹാദാ സിറാത്തി, ഇതാണ് എൻ്റെ മാർഗം, മുസ്തഖീമൻ നേരായ മാർഗമാണ്, ഫത്തബിഉ അതിനെ നിങ്ങൾ പിൻപറ്റുക, അത് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വലാ തത്തബിഉ സുബുൽ, ധാരാളം മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അപ്പം നിങ്ങൾ നേരായ വഴിയിൽ നിന്ന് തെറ്റിപ്പോകും. അപ്പം നേരെയായ സ്വർഗത്തിലേക്കുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. വഴികെടാൻ ഒരുപാട് വഴികളുണ്ട്, അതിലൊന്നും നിങ്ങൾ അകപ്പെട്ടു പോകാൻ പാടില്ല. ഇവിടെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഇജ്തിഹാദ് എന്ന് പറഞ്ഞൊരു സാധനം ഇസ്ലാമിലുണ്ട്, ഗവേഷണം. അപ്പോൾ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ, ഇത് രണ്ട് കാര്യങ്ങൾ കൂടാതെ വേറൊരു ഇജ്തിഹാദ് ചെയ്യാനുള്ള ചില വിഷയങ്ങൾ വരും. അപ്പം പണ്ഡിതന്മാർ അതിൽ ഇജ്തിഹാദ് ചെയ്യും. അതിൽ ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് അഭിപ്രായം വരും. അപ്പോൾ ഒരാൾ സ്വർഗത്തിൽ ഒരാൾ നരകത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല, രണ്ടാളും സ്വർഗത്തിൽ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ ഇജ്തിഹാദിൽ വന്ന പ്രശ്നമാണ്. അത് തെറ്റിയാലും ശരിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ ബനൂ ഖുറൈദയിൽ എത്തിക്കഴിഞ്ഞാലേ അസ്ർ നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് പുറപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ദൂരമായിട്ട് പുറപ്പെട്ടു, വടിയിലെത്തിയപ്പോൾ അസ്ർ ബാങ്കായി. അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് നമ്മൾ അവിടെ അസ്റിന് മുമ്പ് എത്തണമെന്നാണ്, അതല്ലാതെ നിസ്കാരം ബന്ധിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം അവിടെ തന്നെ നിസ്കരിച്ചു. ഒരു വിഭാഗം പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞത് അവിടെ പോയിട്ട് നിസ്കരിക്കാനല്ലേ. അപ്പോൾ അവരെന്താക്കി, നേരെ അവിടെ പോയിട്ട് നിസ്കരിച്ചു. യാത്ര കഴിഞ്ഞ് ഇവർ നബി തങ്ങളോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടായി. നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ചെയ്ത് ശരിയാണ്. അപ്പോൾ ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവും ഇസ്ലാമിൽ. ഖുർആനിലും അതുപോലെ തന്നെ ഹദീസിലും വ്യക്തമായി കാണാത്ത കാര്യങ്ങൾ ഉലമാകൾ ഇജ്തിഹാദ് ചെയ്തിട്ട് അതിലൊരു നിർദ്ദേശം പറയും, അത് നമ്മളൊന്ന് പിൻപറ്റുക. അതിപ്പോൾ ചില ആൾ പറയും കുനൂത്ത് ഓതണം, ചിലർ കുനൂത്ത് ഓതണ്ട, ചിലർ നെഞ്ചിൽ കെട്ടണം, ചിലർ വയറ്റിൽ കെട്ടണം. ഏതെങ്കിലും ഒന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അത് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം മറ്റേ ആൾ കാഫിറെന്ന് പറയാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഗവേഷണങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അത് എല്ലാവരും നേരായ റൂട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ വ്യക്തമായ ഒരു നിർദ്ദേശം കിട്ടാതിരിക്കുമ്പോൾ ആ വിഷയത്തിൽ ഗവേഷണം നടത്തുമ്പം ഒന്നിനോട് സമരസപ്പെട്ട് മറ്റൊന്ന് വിവരിക്കുകയാണ്. അപ്പം ഒരാൾ പറയുന്നത് ഇത് മാത്രമേ ശരിയുള്ളൂ, ശാഖാപരമായ വിഷയങ്ങളാണ് ഇതെല്ലാം, അല്ലാതെ അടിസ്ഥാനപരമായ വിഷയങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ നമ്മൾ ഈ ആയത്തൊന്നും എടുത്തിട്ട് എന്താക്കാൻ പാടില്ല, അത് തർക്കിക്കാൻ പാടില്ല. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം പറയാണ് ഫഅന്നാ തുസ്റഫൂൻ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കപ്പെട്ടു പോകുന്നത്? അപ്പോൾ ഇത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വ്യക്തമായി കാര്യങ്ങൾ വിവരിച്ചു തന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെട്ടു പോകുന്നത്? കദാലിക, അപ്രകാരം ഹഖത്ത് കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വാക്ക് യാഥാർത്ഥ്യമായി, അലല്ലദീന ഫസഖൂ, ദുർമാർഗികളുടെ മേൽ, അന്നഹും ലാ യുമിനൂൻ, നിശ്ചയമായി അവർ വിശ്വസിക്കുകയില്ല എന്ന വാക്ക് യാഥാർത്ഥ്യമായി. അപ്പം ഇവരെ അവിശ്വസിക്കാത്തത് അള്ളാഹു അവരെ ശപിച്ചതുകൊണ്ടാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പം എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരോടുള്ള വെറുപ്പ് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് വ്യക്തമാക്കി കൊടുത്തിട്ടും ഇവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഉൾക്കൊള്ളാത്ത ആളുകൾ, കേൾക്കാത്ത ആളുകൾ, ചിന്തിക്കാത്ത ആളുകൾ അവർ വഴിവിഴക്കും, അവർ നരകത്തിൽ. ആ കാര്യം ഇവിടെ യാഥാർത്ഥ്യമാകുകയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥം. കദാലിക, അപ്രകാരം ഹഖത്ത് കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വാക്ക് യാഥാർത്ഥ്യമായി, അലല്ലദീന ഫസഖൂ, ദുർമാർഗികളുടെ മേൽ, അന്നഹും ലാ യുമിനൂൻ, നിശ്ചയമായി അവർ വിശ്വസിക്കുക. അപ്പം ഫാസിഖീങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ വാക്ക് യാഥാർത്ഥ്യമായി. അവർ പാപങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുകയാണ്, അതല്ലാതെ തൗബ ചെയ്യാനോ ജീവിതത്തെ നന്നാക്കാനോ പഠിക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ വഴിക്ക് പോയിട്ട് നശിച്ചു പോവാണ്. അതല്ലാതെ അള്ളാഹു വ്യക്തമായി തെളിവിറക്കാത്തതിൻ്റെ പേരിലല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, പിന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു, അതിനെ വിശദീകരിച്ചു. പിന്നെ വീണ്ടും അള്ളാഹു ചോദിക്കുകയാണ്, കുൽ നബി അവരോട് ചോദിക്കുക, ഹൽ മിൻ ശുറക്കായിക്കും, അല്ലയോ പങ്കാക്കുന്നവരെ, നിങ്ങളുടെ പങ്കാളികളിലുണ്ടോ, മൻ യബ്ദഉൽ ഖൽഖ, സൃഷ്ടിപ്പ് ആദ്യം നടത്തുകയും സുമ്മ യുഈദു, പിന്നീട് അത് ആവർത്തിക്കുകയും ചെയ്യുന്നവൻ ആരെങ്കിലും ഉണ്ടോ? കുൽ നബിയെ പറയുക, അള്ളാഹു യബ്ദഉൽ ഖൽഖ്, സൃഷ്ടിപ്പ് ആദ്യം നടത്തുന്നവനാണ്, സുമ്മ യുഈദു, പിന്നീട് അത് വീണ്ടും ആവർത്തിക്കുന്നവനാണ്. ഫഅന്നാ തുഫകൂൻ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കപ്പെട്ടു പോകുന്നത്? അപ്പോൾ സൃഷ്ടിപ്പ് ആദ്യം നടത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല ഇവിടെ സൃഷ്ടിച്ചു, രണ്ടാമത് നടത്തുക എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഓൾറെഡി മുശ്രിക്കീങ്ങൾ അംഗീകരിക്കാത്ത കാര്യമാണ്.
പിന്നെ അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു. പക്ഷേ ഇവിടെ അതുമാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിപ്പ് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം മഴ പെയ്യുന്നു, പിന്നെ അതിലൂടെ സസ്യങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ ആ സസ്യങ്ങൾ വെയിൽ വരുമ്പോൾ വീണ്ടും ഉണങ്ങി നുരുമ്പി ഇല്ലാണ്ടാകുകയാണ്, പിന്നെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല അതേപോലത്തെ സസ്യങ്ങൾ തന്നെ വീണ്ടും മുളപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഖുർആനിൽ പറയുമ്പോഴൊക്കെ അള്ളാഹു അത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നത് മഴ പെയ്യുകയും സസ്യങ്ങൾ മുളക്കുകയും ചെയ്യുന്നതിനെ ചിന്തിച്ചുകൊണ്ടാണ്. അത് നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് മരണത്തിന് ശേഷം ജീവിതം ഉണ്ടാകുക എന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അപ്പോൾ ഈ സസ്യങ്ങൾ മുളക്കുന്നത് വലിയ അത്ഭുതമാണ്. ഇപ്പം വാർപ്പിൻ്റെ മേലൊക്കെ ചിലപ്പം ചെടി മുളക്കും, പൈപ്പിൻ്റെ ഉള്ളിൽ ചെടി മുളക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മുളക്കുന്നത്? ഇപ്പോൾ വാർപ്പിൻ്റെ മേലൊക്കെ ചിലപ്പോൾ ചില സസ്യങ്ങൾ, പിന്നെ പുല്ലുകളൊക്കെ മുളക്കുക. അപ്പോൾ അതൊക്കെ ഈ കാഷ്ടിച്ച ഈ പറവകൾ കാഷ്ടിച്ച് അതിൽ നിന്നൊക്കെ ചില വിത്തിൻ്റെ അംശത്തിൽ നിന്ന് മുളക്കുക. അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഖുദ്റത്താണ്. ഇതേപോലെ മനുഷ്യൻ നിർജീവമായി കിടന്നാലും മനുഷ്യൻ്റെ നട്ടലിൻ്റെ അറ്റത്തുള്ള ഒരു അല്പഭാഗം നശിക്കൂല. അത് കരിച്ചാലും നശിക്കൂല, വെള്ളത്തിലിട്ടാലും നശിക്കൂല. ആ സാധനത്തിൽ നിന്ന് വീണ്ടും മുളക്കും മനുഷ്യൻ. രണ്ടാമത്തെ സൂറെന്ന കാലത്തിൽ ഊതലാണ് അതിൻ്റെ കാരണം. ഇപ്പോൾ സസ്യങ്ങൾ മുളക്കാൻ മഴ പെയ്യുന്നത് കാരണം പോലെ ഈ രണ്ടാമത് മനുഷ്യനുണ്ടാകാനുള്ള കാരണം സൂറെന്ന കാലത്തിൽ രണ്ടാമത് ഊതല. അപ്പം ഈ നട്ടലിൻ്റെ അവസാനത്തെ അംശത്തിൽ നിന്ന് മുളച്ചൊരു മനുഷ്യൻ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ വാഖിയയിൽ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, ഇങ്ങനെ ഈ സസ്യങ്ങളെ അള്ളാഹ് ആദ്യം മുളപ്പിച്ചു, പിന്നെ രണ്ടാമത് വീണ്ടും അത് മുളപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിപ്പിക്കുന്നത്. അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് ദുനിയാവിൽ കാണാൻ പറ്റുമോ? ഖുലില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഖുദ്റത്താണ്. യബ്ദഉൽ ഖൽഖ്, അവൻ സൃഷ്ടിപ്പ് ആരംഭിക്കും, സുമ്മ യുഈദു, പിന്നീട് അവൻ ആവർത്തിക്കും. ഫഅന്നാ തൂഫക്കും, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ തെറ്റിക്കപ്പെട്ടു പോകുന്നത്? അപ്പോൾ ഈ പ്രകൃതിയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് ചുറ്റും അള്ളാഹുവിൻ്റെ ഈ മരണാനന്തര ജീവിതത്തെ അറിയിക്കുന്ന ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇത് മനുഷ്യന് ഏറ്റവും ഈമാനിൽ ബലഹീനത വരുന്ന രണ്ടാമത്തെ വിഷയമാണ് മരണാനന്തര ജീവിതം. ഒന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞു, അതെന്താണ്? അള്ളാഹിൻ്റെ വഹദാനിയത്ത്. രണ്ടാമത്തെ പ്രവാചകന്മാർ ദഅവത്ത് ചെയ്ത പ്രധാനപ്പെട്ട കാര്യമാണ് മരണാനന്തര ജീവിതം. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പ്രവാചകന്മാർ ദഅവത്ത് ചെയ്തത്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ പ്രവാചകന്മാർ അള്ളാഹിൻ്റെ ദൂതനാണെന്ന് റിസാലത്ത്, മൂന്നാമത്തത് ആഖിറ. ഈ ആഖിറത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതലും ഖുർആനിൽ പറയുക. അപ്പോൾ ഇവിടെ ആദ്യം വഹദാനിയത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇവിടെ പറയുന്നത് ആഖിറത്തെക്കുറിച്ചാണ്. ആഖിറം ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അടിസ്ഥാനമുള്ളത്? നിങ്ങളെ ചുറ്റും തന്നെ നിങ്ങൾ കാണുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഡെയിലി നിങ്ങൾ കാണിച്ചു തരിക, നിങ്ങൾ നശിപ്പിച്ചതിൽ നിന്ന് വീണ്ടും അള്ളാഹ് മുളപ്പിക്കുകയാണ്. ഇതേപോലെ അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയാണ് മനുഷ്യനും. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും സൃഷ്ടിക്കുക എന്നുള്ളത് അള്ളാഹ്ക്കൊരു പ്രയാസമുള്ള കാര്യമല്ല. ഈ സസ്യത്തെ മുളപ്പിക്കാനോ അല്ലെങ്കിൽ മുളപ്പിക്കാതിരിക്കാനോ നിങ്ങൾപ്പെട്ട ഏതെങ്കിലും നിങ്ങളുടെ ദൂതന്മാർക്ക് പറ്റുമോ? നിങ്ങളുടെ ദൂതന്മാർക്കല്ല, നിങ്ങളുടെ ആരാധ്യന്മാർക്ക് പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് ആർക്കും ഇത് മുളപ്പിക്കാനും പറ്റൂല, മുളപ്പിക്കാതിരിക്കാനും പറ്റൂല. ഇതൊക്കെ അള്ളാഹ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാനാണ് പറയുന്നത്. ഖുൽ ഹൽ മിൻ ശുറകായിക്കും, നിങ്ങളുടെ പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യബ്ദഉൽ ഖൽഖ, സൃഷ്ടിപ്പ് ആരംഭിക്കുകയും സുമ്മ യുഈദു, പിന്നീട് ആവർത്തിക്കുകയും ചെയ്യുന്നവൻ. ഖുലില്ല, എന്നാൽ നബിയെ പറയുക, അല്ലാഹു യബ്ദഉൽ ഖൽഖ, സൃഷ്ടിപ്പ് ആരംഭിക്കും, സുമ്മ യുഈദുഹു, പിന്നീട് അവൻ ആവർത്തിക്കും. ഫഅന്നാ തൂഫകൂൻ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെട്ടു പോകുന്നത്? ഖുൽ ഹൽ മിൻ ശുറകായിക്കും, നിങ്ങളുടെ പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യഹ്ദീ ഇലൽ ഹഖ്, സത്യത്തിലേക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവൻ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ സത്യത്തിലേക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ 2 രീതിയിലുള്ള സന്മാർഗമുണ്ട്. ഒന്ന് കണ്ണ്, കാത്, അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനുഷ്യൻ കണ്ടെത്തുന്ന ഓരോ സത്യങ്ങളുണ്ട്. പിന്നെ രണ്ടാമത്തേത് ഗ്രന്ഥങ്ങൾ മുഖേന, പ്രവാചകന്മാർ മുഖേന മനുഷ്യൻ സത്യം കണ്ടെത്തും. ഇപ്പോൾ ചില ആളുകളൊക്കെ മുസ്ലിമായ ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ മതി, എങ്ങനെ മുസ്ലിമായതെന്ന് വെച്ചാൽ അവർ പറയും, നമ്മളിങ്ങനെ നമ്മളൊരു ദൃഷ്ടാന്തം കണ്ടു അപ്പോൾ നമ്മളെ മാറ്റം ഉണ്ടായി, അല്ലെങ്കിൽ ഇത് കേട്ടു അപ്പം മാറ്റം ഉണ്ടായി, ചിലയാൾ സ്പർശിച്ചപ്പം മാറ്റം ഉണ്ടായി. ഇങ്ങനെ പല അനുഭവങ്ങളിലൂടെ ഒരാൾക്കാർ മാറാം. അപ്പം ജീവിതത്തിലുണ്ടാകുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളിൽ ആളുകൾ മാറിയിട്ടുണ്ട്. അവർ ഗ്രന്ഥം കേട്ടിട്ടും ഉണ്ടാവില്ല, ഗ്രന്ഥം കണ്ടിട്ടും ഉണ്ടാവില്ല, പക്ഷെ അവർ സ്വന്തം ജീവിതം പരിവർത്തിപ്പിച്ചിട്ടുണ്ടാവും. അതിൻ്റെ കാരണം എന്താ? അവരുടെ പഞ്ചേന്ദ്രിയം തന്നെ ഇരിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്ത് കൊടുക്കുന്നതിൻ്റെ വഴിയാണ് പ്രവാചകന്മാർ, അതുപോലെ തന്നെ പ്രവാചകന്മാരെ ശേഷം വരുന്ന ദായികൾ, അതേപോലെ തന്നെ അവർക്ക് നൽകപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഇതിലൂടെയും അല്ലാഹു ഹിദായത്ത് നൽകും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുക, നിങ്ങളുടെ പങ്കുകാരിൽ ആരെങ്കിലും ഉണ്ടോ? മൻ യഹ്ദീ ഇലൽ ഹഖ്, സത്യത്തിലേക്ക് സന്മാർഗം നൽകുന്ന ആരെങ്കിലും നിങ്ങളെ പങ്കുകാരിലുണ്ടോ? വഴി കാണിച്ചു കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും? ആരും ഇല്ല എന്നാണ് പറയുന്നത്. ഖുലില്ല, എന്നാൽ അല്ലാഹു യഹ്ദീ ഇലൽ ഹഖ്, സത്യത്തിലേക്ക് സന്മാർഗം കാണിക്കും. അപ്പോൾ വലിയൊരു വിഗ്രഹാരാധകനായ ഒരു മനുഷ്യൻ വലിയൊരു സംഘടനയുടെ നേതാവായിരുന്നു.
അപ്പോൾ പലപ്പോഴും നമ്മൾ പറഞ്ഞത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവിന് അസുഖമായപ്പം അദ്ദേഹം എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ബോംബെയിലുള്ള ബ്ലോക്കിൽ അദ്ദേഹം കുടുങ്ങിപ്പോയി. മാതാവിൻ്റെ അടുത്തേക്ക് എത്താനും പറ്റിയില്ല, പിന്നെ അദ്ദേഹത്തിന് ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ പറ്റിയില്ല, ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിലേക്ക് എത്തുമ്പോൾ മാതാവ് മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിനെ മൊത്തത്തിനും അടിച്ചുടച്ചു. കാരണം ഇത്രയും പ്രയാസമേറിയൊരു സമയത്ത് എന്നെ രക്ഷപ്പെടുത്താൻ, എൻ്റെ മാതാവിനെ സഹായിക്കാൻ എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത നിന്നെയല്ല എന്തിനാ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും അടിച്ചു. വലിയൊരു സംഘടന നേതാവായിരുന്നു, ആളെ ചത്തുപോയി. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ അത് വലിയ വാർത്തയായിരുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും അള്ളാഹു അല്ലാത്ത ആളുകളെ കൊണ്ടുനടക്കും, വിളിക്കും, പക്ഷേ അവരൊന്നും പ്രയാസഘട്ടത്തിൽ ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു ഉണ്ടാവും. നമ്മൾ അള്ളാഹുവിനെ നമ്മളെ സന്തോഷത്തിലും ദുഃഖത്തിലൊക്കെ വിളിച്ചാൽ നമ്മളുടെ ദുഃഖത്തിൽ അള്ളാഹ് നമ്മളെ കൂട്ടത്തിലുണ്ടാവും, നമ്മുടെ സന്തോഷത്തിൽ അള്ളാഹ് നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത്. ഖുലില്ലാഹു, എന്നാൽ അള്ളാഹു യഹ്ദീ ഇലൽ ഹഖ്, അള്ളാഹു സത്യത്തിലേക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കും. അഫമൻ യഹ്ദി, ആരാണ് സന്മാർഗം കാണിക്കാനുള്ളത്, ഇലൽ ഹഖ്, സത്യത്തിലേക്ക്. അഹഖു, അഫമൻ ഒരുത്തനല്ല, യഹ്ദി അവൻ സന്മാർഗത്തിലാക്കുന്നു, ഇലൽ ഹഖ് സത്യത്തിലേക്ക് സന്മാർഗത്തിലാക്കുന്ന ഒരുത്തനല്ലേ, അഹഖു ഏറ്റവും അർഹതപ്പെട്ടവൻ, അഞ്ഞുത്തവ പിൻപറ്റപ്പെടാൻ, അമ്മൻ ഒരുത്തനേക്കാളും, ലായഹദി അവൻ സന്മാർഗം പ്രാപിക്കുകയില്ല, ഇല്ലായുഹുദ സന്മാർഗം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ. അപ്പോൾ എന്തെങ്കിലും ഒരു സന്മാർഗം അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുക, ഈ സൃഷ്ടികൾ തന്നെ. അങ്ങനത്തെ സൃഷ്ടികളോട് നിങ്ങൾ സന്മാർഗം ചോദിച്ചിട്ട് എന്താ കാര്യം? എല്ലാവർക്കും സന്മാർഗം നൽകുന്നവനോടല്ലേ നിങ്ങൾ സന്മാർഗം ചോദിക്കേണ്ടത്, അവനല്ലേ നിങ്ങൾക്കും സന്മാർഗം തരേണ്ടത്. മനസ്സിലാകുന്നില്ല? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തില്ല, എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടച്ച് അവസാനം ഏറ്റവും വലിയതിൻ്റെ കഴുത്തിൽ ആ കോടാലി കെട്ടിക്കൊടുത്തു. അപ്പോൾ അവരൊന്ന് ചോദിച്ചു, അല്ല ആരാ നമ്മളെ വിഗ്രഹത്തിനെ കൊന്നത്, വെട്ടി നുറുക്കിയത്? അപ്പോൾ ആ വലിയതിനോട് ചോദിച്ചു വെക്കുന്നു. അപ്പം അതിനെന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വഴി നടക്കാനോ വഴി നടത്താനോ ഒന്നും സാധ്യമല്ല. അതാണ് അമ്മല്ല യഹ്ദി, അത് വഴി നടക്കുകയില്ല, സന്മാർഗം പ്രാപിക്കുകയില്ല, ഇല്ല അയുഹുദ സന്മാർഗം കാണിച്ചു കൊടുത്താലല്ലാതെ. സ്വന്തമായിട്ട് ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയാത്ത, സന്മാർഗം കരസ്ഥമാക്കാൻ കഴിയാത്ത ഒരാൾ എങ്ങനെയാണ് വേറൊരാൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുക, വേറൊരാളെ സ്വർഗത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് വഴി നടത്തുക? അത് സാധ്യമല്ല. അതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്താണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ സൃഷ്ടികളടുത്ത് പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഡയറക്റ്റ് സൃഷ്ടാവിനോട് ചോദിച്ചാൽ പോരെ. ഫമാലക്കും കൈഫത്തഹക്കുമോ, നിങ്ങൾ എന്ത് തീരുമാനം എടുക്കുന്നത്? ഇവരൊക്കെ ആവശ്യക്കാരാണ്. പിന്നെ ഈ ആവശ്യക്കാരോട് തന്നെയാണ് നിങ്ങൾ ആവശ്യം പറയുന്നത്. അവർ നിങ്ങളെ ഉപയോഗപ്പെടുത്താന്നല്ലാതെ നിങ്ങൾക്ക് അവരിൽ നിന്ന് ഒന്നും കിട്ടാനില്ല. ഒമാ എത്തും അക്സറുമില്ല അള്ളന്ന, അവരൊക്കെ വെറും ഊഹങ്ങളെയാണ് അവരിൽ അധികം ആൾക്കാരും പിൻപറ്റുന്നത്. ഒമാ എത്തും അക്സറും, അവരിൽ അധികം ആൾക്കാരും പിൻപറ്റുന്നില്ല, ഇല്ലാ തന്നെ ഊഹത്തെ അല്ലാതെ പിൻപറ്റുന്നില്ല. അപ്പോൾ ഈ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് പിന്നെ അവർ നിഷേധിക്കുന്നതും അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതൊക്കെ വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പരലോകത്തെ നിഷേധിക്കുന്നത് ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ അവർക്കൊന്നും ഒരു തെളിവും അതിനൊന്നും സമർപ്പിക്കാനുണ്ടാവില്ല. ഇന്നം തന്നെ നിശ്ചയമായും ഊഹം ലാ യുഗ്നി മിനൽ ഹഖ് ഷൈഅ, അത് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാധനമാണ്. അപ്പോൾ ഊഹങ്ങളും അതുപോലെ തന്നെ യാഥാർത്ഥ്യങ്ങളും തമ്മിൽ ആകാശഭൂമികൾക്കിടയിൽ വ്യത്യാസം ഉണ്ടാവും. അതൊന്നും ഒരിക്കലും യാഥാർത്ഥ്യമാണ്. വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. പ്രവാചകന്മാരുടെ ജീവിതമാണ് അള്ളാഹ് വിവരിക്കുന്നത്, സത്യസന്ധമായ കാര്യങ്ങളാണ് വിവരിക്കുന്നത്. ഇന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നത് നല്ലതുപോലെ അറിയുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും യഥാർത്ഥ ഈമാൻ നൽകി അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു